യഥാർത്ഥത്തിൽ ഈ സംഭവം അവന് അവൻ്റെ പപ്പയും അമ്മയും ഉപദ്രവിക്കുന്ന കാര്യം നേരത്തെ ഇത് പുറത്തറിഞ്ഞിരുന്നിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളായി ഞങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. പോലീസ് സ്റ്റേഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്ന മൊഴി വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, അടച്ചിട്ട് വളർത്തുന്നു എന്നുള്ള ആ ഒരു അഭിപ്രായമാണ് പോലീസിന് ആദ്യമായി അവൻ കൊടുത്തിരിക്കുന്ന മൊഴി. എന്നാൽ അത് തെറ്റാണ്. ഞങ്ങൾക്കറിയാം അവനെ സംബന്ധിച്ച് ഈ വീട്ടുകാർ വളരെയേറെ നന്നായിട്ട് അവനെ നല്ല വളർന്ന് ചെറുതിൽ, കാരണം ഇവൻ്റെ ഒരു ജ്യേഷ്ഠൻ 9ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് ഒരു മകളും ഉണ്ടായിരുന്നു. ഈ മകൻ മരിച്ച് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവനെ പ്രസവിക്കുന്നത്. അതുമുതൽ ഇവനെ വളരെ വാത്സല്യത്തോടുകൂടിയാണ് കുടുംബാംഗങ്ങളെല്ലാം, അവൻ്റെ അപ്പനും അമ്മയ്ക്കൊപ്പം തന്നെ കുടുംബാംഗങ്ങളെല്ലാം നല്ല വാത്സല്യത്തോടാണ് അവനെ വളർത്തിയത്. നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവനെ പഠിക്കാനും ചൈനയിൽ അയച്ചു. ഈ സംഭവം ഒരു പെട്ടെന്നുണ്ടായി മാനസികമായ ഒരു വിഭ്രാന്തി കൊണ്ടുണ്ടായതാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇപ്പോൾ അവൻ്റെ മുറിക്കകത്ത് ഈ അപ്പനും അമ്മയ്ക്കും കയറാനുള്ള സ്വാതന്ത്ര്യം ഇവർ നിഷേധിച്ചിരുന്നു. ഇവരതിനകത്ത് കയറാൻ അനുവദിച്ചിട്ടില്ല. അപ്പം അത് പുറം ലോകം അറിയുന്നത്, ബന്ധുക്കളായ ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. അമ്മ സംസാരിച്ചപ്പോഴാണ്, ആ മുറിക്കകത്ത് ഞങ്ങൾക്ക് പോലീസ് വന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഞങ്ങളും അതിനകത്ത് കയറുന്നത്. അതിനകത്ത് കയറുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടു. ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു കുട്ടി കൈകാര്യം ചെയ്യുന്ന റൂമല്ല അത്. നമ്മൾ റൂമിൽ കാണുമ്പോഴത്തേക്കും ആ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു സിമ്പിൾസ്, ബ്ലാക്ക് അതിന് സിമിലറായിട്ട് അവൻ വരച്ചിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ്, പിന്നെ അതിൽ തന്നെയുണ്ട് ഒരു ഹെഡ് കട്ട് ചെയ്തിട്ട് ചോര വാർന്നു പോകുന്ന രീതിയിൽ ഒരു ഹെഡ് അവൻ തൂക്കി പിടിച്ച് നിൽക്കുന്നതായിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ കുറച്ച് ലെറ്റേഴ്സ് അവ എഴുതിയിട്ടുണ്ട്, എന്തോ ഞാൻ കുറച്ച് പേരെ കൊല്ലുന്ന എന്നും അടുത്തിന് കുറച്ച് പേരെ കൊല്ലാനുണ്ടെന്ന്, അങ്ങനെ എന്തോ കുറച്ച് സംഭവം വേർഡിങ്സ് എന്തോ അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ അത് പോയിട്ട് ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു സ്റ്റിക്ക് സംഭവം ഒരു ഐക്കണായിട്ടുള്ള ഒരു അതുണ്ട്, അതിൻ്റെ ഒരു ഇമേജ്, പിന്നെ നമ്മുടെ റിങ്, പിന്നെ അമ്മ പറഞ്ഞ് കേട്ടതുപോലെയുള്ള സൗണ്ട്, ചിലവർ യൂസ് ചെയ്യുന്ന പാട്ടുകൾ, പിന്നെ അതുപോലെ ബ്ലാക്ക് ഡ്രസ്സോ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് കളിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല, അത്രത്തോളം സ്ട്രിക്റ്റായിട്ട് അവിടെ നിൽക്കാറുണ്ട്. മുടി, അതായത് എപ്പോഴും ആ ഫ്രഷ് റൂമിൻ്റെ അകത്ത് മുടി കട്ട് ചെയ്ത് അവന് കുമ്പാരം പോലെ കൂട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു ദിവസം നമ്മളിപ്പോൾ ഫുള്ള് ഡ്രിം ചെയ്തിരുന്നാൽ പോലും അത്രത്തോളം മുടി വരത്തില്ല. അത്രത്തോളം കുമ്പാരം, ഒരു വർഷക്കണക്കായ മുടി അത്രയും കുമ്പാരം കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാറുണ്ട്. അപ്പായെ ഒന്ന് തൂക്കി മുകളിൽ നിർത്തിയിട്ടുണ്ട്, അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ട്, അമ്മയുടെ മുടി കുത്തിന് പിടിച്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്.